എനിക്ക് ഞാനെൻ്റെ +1 എൻ്റെ അമ്മയാണ് എനിക്കിവിടെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. എൻ്റെ അമ്മയും അപ്പനും. ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ആദ്യമേ ഒന്നും വിശ്വാസമില്ലായിരുന്നു. വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ വെറുതെ വരും, പിന്നെ തിരിച്ചു പോകും. പിന്നെ അമ്മ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലിരിക്കും. ഇരിക്കാൻ നേരം വീണ്ടും അമ്മ പ്രാർത്ഥിക്കാൻ നേരം ചുമ്മാ അമ്മയുടെ കൂടെ ഇരിക്കും, പിന്നെ ഇറങ്ങിയിട്ട് പോകും. ഞാൻ എൻ്റെ +2 പഠിച്ചുള്ള സമയത്താണ് നമ്മുടെ കൊറോണ സമയം വന്നത്. ഞാൻ എൻ്റെ പ്രിൻസിപ്പാൾ, എൻ്റെ സാർമാർ എന്നോട് പറഞ്ഞു, നീ ഉറപ്പായിട്ടും തോറ്റു, നീ പരീക്ഷയ്ക്ക് പാസ്സാകത്തില്ലെന്ന് 100% എന്നോട് പറഞ്ഞു. എനിക്കന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് ഞാൻ സ്കൂളിൽ പോയ സമയമാണ്. എൻ്റെ അമ്മയ്ക്കും എനിക്കും അത് നല്ലപോലെ അങ്ങ് വിഷമം എന്ന് പറഞ്ഞാൽ നല്ലപോലെ വിഷമമായിപ്പോയി. എനിക്കങ്ങ് മനസ്സിന് വലിയ ഒരു കല്ലെടുത്ത് വെച്ച പോലെ വേദനയായിപ്പോയി. ഞാൻ പഠിക്കുമായിരുന്നു, പക്ഷേ വലിയതായിട്ടൊന്നും പഠിക്കുന്ന ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. ഞാൻ വലിയതായിട്ട് പഠിക്കുന്ന കുട്ടികൾ. എന്നോട് എൻ്റെ പ്രിൻസിപ്പാളും എൻ്റെ ടീച്ചർമാർ, എനിക്ക് വേണ്ടപ്പെട്ട ടീച്ചറും കൂടെ ഞാൻ തോറ്റുപോകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സങ്ങ് ഇടിഞ്ഞു പോയി. അന്ന് വൈകിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് നീ ഈ ആവശ്യമില്ലാത്ത രീതിയിൽ ചുമ്മാ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദയ്ക്കിരുന്ന് നല്ല രീതിയിൽ മാതാവിനോടുള്ള വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തൈലം നെറ്റി പൊഴുത്താനെല്ലാം പറഞ്ഞു തന്ന് ഞാൻ പഠിക്കുകയും ചെയ്തു. ഞാൻ +2 70% മേളിൽ നല്ല രീതിയിൽ മാർക്കോടെ പാസ്സായി. ഞാൻ ഡിഗ്രിക്ക് പോയി. ഡിഗ്രിക്ക് ഞാൻ ഒരുപാടെടുത്ത് അഡ്മിഷൻ പോയി, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കോളേജൊന്നും എനിക്ക് കിട്ടിയില്ല. അവസാനം എനിക്ക് എൻ്റെ അടുത്ത തന്നെയുള്ളൊരു കോളേജ് മാതാവ് വഴി എനിക്കൊരു നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. ഞാനിവിടെ ബികോമിന് പഠിച്ചു. പക്ഷേ ബികോമിന് പഠിച്ച സമയത്ത് ഞാൻ പാസ്സായി, പക്ഷേ ഒന്നിനും സപ്ലി പോലും ഇല്ലെന്ന് എല്ലാത്തിനും പാസ്സായി. പക്ഷേ ബികോമിന് ശേഷം ഞാൻ ഒരുപാട് ജോലികൾ അന്വേഷിച്ചു. ബികോം പഠിച്ചതിന് ശേഷം ബികോം കഴിഞ്ഞിട്ട് വേറെ ഒന്നും പഠിക്കാനല്ലാതെ ഇനി ജോലിക്ക് പോകാനുള്ള വിചാരത്തിൽ ജോലിക്ക് പോകാൻ വേണ്ടി ആലോചിച്ചു. പക്ഷേ ജോലിക്ക് പോയിടത്തെല്ലാം എനിക്ക് കിട്ടുന്ന സാലറി 6000, 5000 കുറവുള്ള സാലറി പാക്കേജ് ആയിരുന്നു എല്ലായിടത്തും. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്ത്, ഇത്രയും പൈസ കൊടുത്ത് പഠിച്ചിട്ട് എനിക്ക് കിട്ടുന്ന സാലറി ഇത്രയേ ഉള്ളല്ലോ, ഇതിനും നല്ല വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നതാണല്ലോ, ഇത്ര പഠിച്ചിട്ട് എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. എനിക്ക് ഡിഗ്രിക്ക് 58% മാർക്കുണ്ടായിരുന്നാൽ MBA എന്ന് പറഞ്ഞ കോഴ്സിന് പോകാൻ പാടായിരുന്നു. ഞാനപ്പം ഉള്ളിടത്തെല്ലാം MBA കോഴ്സ് അന്വേഷിച്ച് നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു 65% നല്ല മാർക്കുണ്ടെങ്കിൽ 65% മേളിൽ മാർക്കുണ്ടെങ്കിൽ MBAക്ക് കിട്ടുകയുള്ളൂ. അപ്പം എവിടുന്ന് ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു, അവിടെ നിന്നെല്ലാം എനിക്ക് റിജക്ഷനാണ് കിട്ടിയേക്കുന്നത്. ഞാനപ്പം MCOMന് നോക്കി. MCOMന് എന്നാൽ ഞാൻ ഉദ്ദേശിച്ച കോളേജ് എനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് നല്ലൊരു കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വിളി വന്നു. DC സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി വാഗമൺ പുള്ളിക്കാനത്ത് എനിക്ക് MBAക്ക് സീറ്റ് ലഭിച്ചു. പക്ഷേ ഞാൻ ചേർന്ന സമയം മുതൽ അവിടുത്തെ ടീച്ചർ എന്നോട് പറഞ്ഞു, ഇതിന് വരുന്ന കമ്പനിക്കാർ അഥവാ പ്ലേസ്മെൻറ്റ് വരുന്നതെല്ലാം നോക്കുന്നത് 70% മേളിൽ മാർക്കുള്ള കമ്പനികൾ മാത്രമേ നല്ല കമ്പനികൾ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ MBA വെറുതെ പഠിച്ചിട്ട് വെളിയിൽ പോയി പ്ലേസ്മെൻറ്റ് നോക്കാമെന്നായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സ് വീണ്ടും ഇളഞ്ഞു.